കേരളീയ ദർശൻ TV അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണാടിയിലൂടെ എന്ന പരിപാടിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരെ കാർഡമായി സ്വാഗതം ചെയ്യും. ഉരുൾ പൊട്ടൽ അത് പലപ്പോഴും കേരളത്തിന്റെ പല ഭാഗത്തും ചെറിയ ഉരുൾപൊട്ടലുകൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ഭീകര സ്വത്വത്തെ പോലെ കേരളത്തെ പിടിച്ചൊരുക്കിയ ഒരു ഉരുൾപൊട്ടലും പ്രകൃതി ദുരന്തവുമായിരുന്നു വയനാട്ടിൽ നടന്നു. ആ സംഭവം കഴിഞ്ഞിട്ട് നിരവധി മനുഷ്യജീവനുകൾ അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളുടെ ജീവനുകളെല്ലാം എടുത്ത ആ സംഭവം നടന്നിട്ട് 1 വർഷം പിന്നിട്ടിരിക്കുന്നു. അന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ നിന്ന് ലോകത്തിന്റെ വിവിധ പോയിന്റുകളിൽ നിന്നും പ്രവാസികളുടെ സഹായ വാഗ്ദാനങ്ങളുടെ പെരുമഴ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെയെല്ലാം സഹായധനങ്ങൾ വാഗ്ദാനമായി നൽകിയ ഒരു സന്ദർഭം ഇതിനു മുമ്പ് ഒരുപക്ഷെ കേരളത്തിലെ മറ്റ് ദുരന്തങ്ങളിലൊന്നും ഉണ്ടായിക്കാണില്ല. സർക്കാർ ജീവനക്കാരുടെ സാലറി ചാൻസ് അതിൽ നിന്നും സ്വരൂപിക്കുന്ന ഫണ്ട് അതുപോലെ തന്നെ സാധാരണക്കാരിൽ തൊട്ട് മുകളിലോട്ടുള്ള പൗരന്മാരിൽ നിന്നും അവരുടെ വരുമാനത്തിൽ നിന്നും കൊടുക്കുന്ന ചെറിയ ശതമാനം സംഭാവന എല്ലാം കൊണ്ടും ആ ദുരന്ത മേഖലയെ പെട്ടെന്ന് തന്നെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾക്ക് തുടക്കമിട്ടു. അന്ന് ആ ജീവനക്കാരുടെ സാലറി ചലഞ്ചിൽ നിന്ന് പുറംതിരിഞ്ഞു നിന്ന ചില സർക്കാർ ജീവനക്കാരുണ്ട്. ആ സർക്കാർ ജീവനക്കാരുടെ അവരുടെ കുടുംബങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങള്, ആരോഗ്യപരമായ ചിലവുകള്, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളിലുള്ള ചിലവ്, വസ്ത്ര കാര്യങ്ങളിലുള്ള ചിലവ് ഒക്കെ തന്നെ നൽകുന്നത് സാധാരണ ജനങ്ങൾ കൊടുക്കുന്ന നികുതിയിൽ നിന്നാണ്. ആ ജനങ്ങൾക്കാണ് ഒരു വലിയ ആപത്ത് വന്നപ്പോൾ, ഒരു വലിയ ദുരന്തം വന്നപ്പോൾ, ഒരു വലിയ ദുരിതം നേരിട്ട് മുഖാമുഖം വന്നപ്പോൾ അതിന്റെ നഷ്ടങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, വേണ്ടപ്പെട്ട ഉറ്റവർ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ സാലറി ചലഞ്ചെന്ന ഒരു സ്കീമുമായി സർക്കാർ മുന്നോട്ട് വരികയും ബഹുഭൂരിപക്ഷം ജീവനക്കാരും അതിനോട് സഹകരിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ചെറിയ ഒരു വിഭാഗം ആൾക്കാർ ഇന്നും ആ സാലറി ചലഞ്ചിൽ നിന്നും വിട്ടുനിൽക്കുന്നു. അത് അവരുടെ മനസാക്ഷിയുടെ അല്ലെങ്കിൽ അവർക്ക് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിന്റെ, അവരെ കഴിഞ്ഞ നാളുകളിലെല്ലാം തന്നെ തീറ്റിപ്പോറ്റിയിരുന്ന ജനങ്ങൾക്ക് ഒരു ആപത്ത് വന്നപ്പോൾ അവർ പുറംതിരിഞ്ഞു നിന്നതിന്റെ യഥാർത്ഥ കാരണം ഒരുപക്ഷെ രാഷ്ട്രീയമായിരിക്കും. എന്തായാലും അത് കേരള സാംസ്കാരിക മേഖലയ്ക്ക് ഒരു കറുത്ത പാടായി എന്തും നേതൃത്വം എന്ന കാര്യത്തിലും സംശയമില്ല. അന്ന് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് 2220 കോടി രൂപയാണ് സഹായധനമായി, വായ്പയായും അല്ലാതെയും ആവശ്യപ്പെട്ടത്. ഈ 2200 കോടി രൂപ ചെലവാക്കി അവിടെ പുനരധിവാസ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് വീടുകൾ 400 വീടുകൾ വെച്ച് കൊടുക്കുക, അവരുടെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് അത് തിരികെ വീണ്ടെടുക്കുന്നതിന്, അത് തിരികെ വാങ്ങുന്നതിന് വേണ്ടുന്ന സഹായധനം, അതുപോലെ തന്നെ അവരുടെ ആരോഗ്യ മേഖലയിലെയും വിദ്യാഭ്യാസ മേഖലയെയും പുനരധിവസിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ,
തുടങ്ങിയവയ്ക്ക് എല്ലാം കണക്കാക്കിക്കൊണ്ടാണ് ഇത്രയും വലിയ തുക സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ കേന്ദ്ര സർക്കാർ നൽകിയതാവട്ടെ 529 കോടി രൂപ, 50 ലക്ഷം രൂപ മാത്രം. ഇതിന്റെ അടുത്ത പുറം കൂടി നോക്കുമ്പോഴാണ് ഈ കണക്ക് കൊണ്ടുള്ള കസർത്തുകൾ മനസ്സിലാക്കുന്നത്. 220 കോടി രൂപ ആവശ്യപ്പെടുന്നു, 529 കോടി 50 ലക്ഷം രൂപ, 229 കോടി രൂപ അനുവദിക്കുന്നു. അതിൽ ചെലവഴിച്ചാവട്ടെ വെറും 71 കോടി രൂപ, 74 ലക്ഷം രൂപ. കാരണം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട തുക ഒരെണ്ണം, അതിൽ വൻ തുക, അതിൽ അനുവദിച്ചതാവട്ടെ അതിന്റെ 4/1 വരുന്ന തുക, അതിൽ ചെലവഴിച്ചാവട്ടെ അനുവദിച്ച തുകയുടെ 4/1 തികച്ചില്ല. ഇതൊക്കെയാണ് ഇവിടെ കണക്ക് കൊണ്ടുള്ള കസർത്തുകൾ എന്ന് പറയാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കാനുണ്ടായ കാരണം. മാത്രമല്ല, ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രകൃതി ക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങൾ ഘോഷയാത്രയായി വരുമ്പോൾ അതുകൊണ്ടെല്ലാം പ്രയോജനം ഉണ്ടാക്കുന്നവരാണ് ഈ സാലറി ചലഞ്ചിനോട് പിന്തിരിഞ്ഞു നിന്ന ഒരു വിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥരടക്കമുള്ള സർക്കാർ ജീവനക്കാർ. കാരണം അവർക്ക് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് ചാകരയാണ്. എങ്ങും കണക്കാതിരിപ്പിക്കേണ്ട, പണം വന്നുകൊണ്ടേയിരിക്കും. അത് ചെലവഴിക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം കീശയിലേക്കും ഇടനിലക്കാരായി നിൽക്കുന്നവരുടെയും കീശയിലേക്ക് ആ തുക ചെന്നെത്തും. അതിനൊന്നും ഒരു നിയന്ത്രണവും നാളിതുവരെ ഫലപ്രദമായി ഏർപ്പെടുത്തിയതായിട്ടാവില്ല. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ആവശ്യപ്പെട്ടത് 220 കോടി, അനുവദിച്ചത് 529 കോടി 80 ലക്ഷം രൂപ, അതിൽ ചെലവഴിച്ചതാവട്ടെ 71 കോടി 24 ലക്ഷം രൂപ. ഇതൊക്കെയാണ് ആ പ്രകൃതി ദുരന്തവുമായി നേർക്ക് നേർ നിൽക്കുന്ന കാഴ്ചകൾ. ആ പ്രകൃതി ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് 400 വീടുകൾ നിർമ്മിച്ച് നൽകുമെന്നുള്ള വാഗ്ദാനം, ആ വാഗ്ദാനം ഇപ്പോഴും വാഗ്ദാനമായി തന്നെ അവശേഷിക്കുന്നു. ഇതെല്ലാം നടപ്പാക്കിയ സർക്കാർ ഉത്തരവുകൾ നടപ്പാക്കേണ്ടത് ബാധ്യത സർക്കാർ ജീവനക്കാർക്കാണ്. കേരളത്തിലെ 6 ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ് സർക്കാരിന്റെ ഔദ്യോഗിക ഉത്തരവുകൾ നടപ്പാക്കേണ്ടത്. അവർക്ക് വേണ്ടുന്ന സഹായവും പിന്തുണയും ഒക്കെ നൽകേണ്ടവരാണ് ജനപ്രതിനിധികൾ. പഞ്ചായത്ത് തലം തൊട്ട് ഗ്രാമപഞ്ചായത്ത് തലം തൊട്ട് മുകളിലോട്ട് ലോകസഭ വരെയുള്ളവരുടേതായ അംഗങ്ങൾ. അവരാണ് ഇത് കൃത്യമായി എല്ലാം പണം എത്തുന്നുണ്ടോ, കൃത്യമായി അത് ചെലവഴിക്കുന്നുണ്ടോ, അത് എത്തേണ്ടടുത്ത് എത്തുന്നുണ്ടോ, അവിടെയെല്ലാം വഴിക്ക് എങ്ങോട്ടെങ്കിലും മാറിപ്പോകുന്നുണ്ടോ, വഴി മാറി ചെലവഴിക്കുന്നുണ്ടോ, അതിൽ എത്ര ശതമാനം വെട്ടിപ്പ് നടക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതും അത് യഥാവിധി വേണ്ടപ്പെട്ട വകുപ്പ് മേധാവികളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതും ഈ ഗ്രാമപഞ്ചായത്ത് തലം തൊട്ട് മുകളിലോട്ട് ലോകസഭാ തലം വരെയുള്ള ജനപ്രതിനിധികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നും അവർക്കെന്ത് നേട്ടം ഉണ്ടാകും, എന്ത് സാമ്പത്തിക നേട്ടം ഉണ്ടാകും എന്ന നിലയിലേക്ക് അവരും അവരുടെ ചിന്തയും അവരുടെ ജീവിത രീതിയും അവരുടെ പൊതുപ്രവർത്തന രീതിയും എല്ലാം മതപ്പതിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വന്നത് വ്യത്യാസമുണ്ട്. എന്തായാലും അതിലേക്ക് ഇനി കൂടുതൽ വലിച്ചടയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അനുവദിച്ച തുക, ആവശ്യപ്പെട്ട തുക
അതിന് അനുവദിക്കാൻ കഴിയുന്ന തുക കേന്ദ്ര സർക്കാരും അനുവദിച്ച തുക പരമാവധി കാര്യക്ഷമമായി ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഏജൻസികളും ഈ വൈകിയ വേളയിലെങ്കിലും തയ്യാറാവണമെന്നാണ് അക്കൂട്ടർ അതിനെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു പ്രധാന സംഭവത്തിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ ദിവസം അത് പത്രാധിപരുടെ പ്രതികരണ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞതാണെങ്കിൽ തന്നെയും ഒരിക്കൽ കൂടി അത് ഓർമ്മപ്പെടുത്തുന്നു. മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ അറസ്റ്റുകളും ജയിലുകളും പ്രക്ഷോഭങ്ങളും ഒക്കെ സർവ്വസാധാരണമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നത്. അവരെ ഭാഗത്ത് ഉള്ള തെറ്റുകൾ, അവരെ ഭാഗത്തുള്ള കുറ്റം എന്താണെന്ന് സർക്കാർ പൂർണ്ണമായും വിശദീകരിച്ചിട്ടില്ല. ആ കേസ് NIA-ക്ക് വിടാൻ പോകുന്നു. അവർക്ക് സെഷൻസ് കോടതി അടക്കം ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. NIA കോടതി ആ കേസ് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇനി പരിഗണിക്കുന്നത് NIA കോടതിയാണ്. എന്താണ് അവർ ചെയ്ത തെറ്റെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, അവരോടൊപ്പം ഉണ്ടായിരുന്ന 2 ആദിവാസി യുവതികൾ അവരുടെ കയ്യിൽ യാതൊരുവിധ യാത്രാ രേഖകളോ അല്ലെങ്കിൽ സർക്കാർ കൊടുത്ത അംഗീകൃത രേഖകളോ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത് മനുഷ്യക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആ യുവതികളെ കന്യാസ്ത്രീകൾ കൂടെ കൂട്ടിയതെന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ആ ആക്ഷേപത്തിൽ എന്തെങ്കിലും കണക്കുണ്ടോ ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം പെട്ടവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഇനി കാലതാമസം ഇല്ലാതെ അത് സുതാര്യമായി തന്നെ ആ വഴിക്ക് നീങ്ങണമെന്നാണ് അക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. കൊണ്ടുവരാൻ പോകുന്നു. വളരെ പ്രയോജനകരവും ആശ്വാസകരവുമായ ഒരു നിയമമാണ് കൊണ്ടുവരുന്നതും അത് പ്രാബല്യത്തിൽ വന്നാൽ വളരെ ആശ്വാസകരമായ ഒരു കാര്യവുമാണ്. കാരണം ഇന്ന് പ്രായാധിക്യം ചെന്നവരെ ഇവിടുത്തെ വീടുകളിൽ നിന്ന് പുറത്താക്കി തെരുവിലേക്കും അതുപോലെ തന്നെ വൃദ്ധസദനങ്ങളിലേക്കും മറ്റുമൊക്കെ കൊണ്ട് വിടുന്ന ഒരു സ്വഭാവം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഈ പുതിയ നിയമത്തിന് അതിൻ്റെതായ വിലയും കാഴ്ചപ്പാടും ഒക്കെയുണ്ട്. അതായത് വൃദ്ധജനങ്ങൾക്ക് അല്ലെങ്കിൽ വയോധികർക്ക് വീടിൽ ഒരു മുറി നൽകണമെന്നുള്ളതാണ്. ഒരുപക്ഷെ 1 ഡസനോളം അല്ലെങ്കിൽ അതിലധികമോ അല്ലെങ്കിൽ ഒഴിഞ്ഞിടക്കുന്ന നിരവധി മുറികളുമൊക്കെ ഉണ്ടാക്കിയെടുത്തത് ഈ അവസാന കാലഘട്ടത്തിൽ വൃദ്ധരെ കൈയൊഴിയുന്ന സാഹചര്യത്തിൽ ആ വൃദ്ധ തന്നെയായിരിക്കും തന്റെ മക്കൾക്കും ഭാര്യയ്ക്കും ചെറുമക്കൾക്കും ഒക്കെ സുഖകരമായി താമസിക്കുന്നതിന് വേണ്ടുന്ന കെട്ടിടം ആ വീട് പണിതുയർത്തിയിട്ടുള്ളത്. അവരെയാണ് യാതൊരു മനസ്സാക്ഷ്യമില്ലാതെ, അവരോട് യാതൊരു സഹതാപവും കാണിക്കാതെ, യാതൊരു കാരുണ്യവുമില്ലാതെ, യാതൊരു മനുഷ്യത്വരഹിതമായ ഒരു പ്രവൃത്തി എന്ന് പറയാവുന്ന നിലയിലേക്ക് അവരെ വീടുകളിൽ നിന്നും ഇറക്കി വിടുകയും അവരെ തെരുവിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. അതിൽ നിന്ന് ഒരു വലിയ പരിധിവരെ മോചനം ലഭിക്കാൻ ഈ പുതിയ നിയമം കൊണ്ട് സാധിക്കും. വൃദ്ധർക്ക് 2 മുറിയിലധികമുള്ള വീടുകളിൽ 1 മുറി വൃദ്ധർക്ക് വൃദ്ധർക്ക് വിട്ടുകൊടുക്കണമെന്നുള്ള നിയമം അത് വളരെ ആശ്വാസകരവും ആ നിയമം വളരെ പുരോഗമനപരവുമായി ആണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതിനി വ്യക്തി താമസിപ്പിക്കാതെ കഴിയുന്നതും വേഗം അത് നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ്
സർക്കാരിൻ്റെ കടമ. ആ സർക്കാരിൻ്റെ കാര്യങ്ങളെ, സർക്കാരിൻ്റെ ഉത്തരവുകളെ നടപ്പാക്കുന്ന സർക്കാർ ജീവനക്കാരുടെ ഉത്തരവാദിത്തം. അത് ഉത്തരവാദിത്തം നിർവഹിക്കുന്നുണ്ടോ എന്ന് പൊതുജന പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും ഗ്രാമപഞ്ചായത്ത് തലം തൊട്ട് മുകളിലോട്ടുള്ള പഞ്ചായത്ത് ജനപ്രതിനിധികളുമെല്ലാം അത് കാര്യക്ഷമമായി നോക്കിക്കാണണമെന്നും അതിൽ എവിടെയെങ്കിലും അപാകതകൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കണ്ണാടിയിലൂടെ പരിപാടിയുടെ പൂർത്തീകരിക്കുന്നു. നന്ദി, നമസ്കാരം.